ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എവിടെ പോകുന്നറിയോ? മറൈൻ ഡ്രൈവിലേക്ക് പോവാണ്. ഗായ്സ്, ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ സപ്പോർട്ടിനൊക്കെ നന്ദി. നീ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു കാര്യം പറയട്ടെ, എന്താ എല്ലാരും വീണ്ടും വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു നേരം ആയില്ല, എല്ലാരും മടുത്തു. ക്രിസ്റ്റോസ് ഒക്കെ കണ്ണില് സൂര്യപ്രകാശം അടിച്ചിട്ട് തൊപ്പി എടുത്ത് കണ്ണിൽ വെച്ചേക്കോ. ക്രിസ്മി, നീ മടുത്തോ? എറണാകുളം വരെ പോവാൻ ഇത് മാത്രം ക്ഷീണം? ഗായ്സ്, നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഗാന്ധിജിനെ കണ്ടു. ഗാന്ധിജിയുടെ കണ്ണാടി ആരോ ഊരിക്കൊണ്ടുപോയി. കണ്ണാടി ഇല്ലായിരുന്നു ഗാന്ധിജി. അളിയനൊക്കെ ഉള്ളപ്പോ നടന്നു വന്നില്ലേ അവിടുന്ന്? ഇവിടെ പാർക്കില്ലേ, പാത്വേ ഇല്ലേ കായലിന്റെ സൈഡിൽ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ. മേയർ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. നമ്മള് പാർക്കിങ്ങിലാ. അങ്ങനെ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി കാറൊക്കെ പാർക്ക് ചെയ്തു. നല്ല തിരക്കായിരുന്നു. ബസ്സുകളൊക്കെ ഒത്തിരി, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി വണ്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മൈക്ക് ഓഫായി പോയി. എല്ലാവരും നല്ലതായിട്ട് സംസാരിച്ച് പോകുമായിരുന്നു. അവരുടെ സംസാരമൊന്നും കുറേ നേരത്തിന് കിട്ടിയില്ല. അങ്ങനെ അവരെല്ലാം കഥകളൊക്കെ പറഞ്ഞ് മറൈൻ ഡ്രൈവ് ലക്ഷ്യമാക്കി അങ്ങനെ പോവുക. ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ നേരത്തേക്കാളും വന്നിട്ടുണ്ട്. ഈ പള്ളി പെരുന്നാളിന് കാണുന്ന കടകൾ പോലെ ഉള്ള കടകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പിള്ളേരെല്ലാം പോവുമായിരുന്നു. അപ്പോൾ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരും കൂടെ വരിക. പെരുന്നാളിൻ്റെ സാധനങ്ങളെല്ലാം കണ്ടെങ്കിലും ആരും ഒന്നും വാങ്ങിത്തരാനൊന്നും പറയത്തില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ കണ്ടു കേട്ടൊക്കെ അങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി വില കൂടുതലായിരുന്നു ഇവിടെ സാധനങ്ങൾക്കൊക്കെ. ആൾക്കാർ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളൊരു 4 മണി സമയത്ത് 5 മണി സമയത്ത് അവിടെ ചെന്നത്. അത് 5 മണി കഴിഞ്ഞായതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ആറിയതുകൊണ്ട് പിള്ളേരെ കൊണ്ട് നടക്കാൻ കുഴപ്പമുണ്ടായില്ല. കടകളൊക്കെ നോക്കി അങ്ങനെ എല്ലാവരും നടന്നു. അത് കഴിഞ്ഞ് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ കളർ കോമ്പിനേഷനെല്ലാം ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളവും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ വെയിലിറക്കത്തിൻ്റെ സമയമായിരുന്നു കേട്ടോ. വെള്ളമില്ലായിരുന്നു. അവിടെ ചെളിയൊക്കെ കയറി കിടക്കും. അപ്പം എല്ലാവരും കൂടെ ഒരു എലി അതുവഴി പോകുന്നത് കണ്ടിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് എല്ലാവരും നിന്നു. സാധാരണ അവിടെ ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം ഉണ്ടാകുന്നു. ഇപ്പോൾ വേലിയിറങ്ങിയ സമയമായതുകൊണ്ട്, വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് വെള്ളം കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയേക്കുക, ചെളി നിറഞ്ഞേക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഇതേ നോക്കിക്കേ, കെസിയ കിട്ടിയ അവസരത്തിൽ കയറാൻ നോക്കുക. ചാടി കയറിയാൻ ആരും കണ്ടില്ലെങ്കിൽ. അങ്ങനെ
അങ്ങനെ അവരൊക്കെ കഥ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കണ്ട് അതിനെപ്പറ്റി എലിയെ കണ്ട കാര്യമൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ സംസാരമൊന്നും കിട്ടിയില്ല. അപ്പം കടൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കൊതുക് കൂടുതലാണെന്നും വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ടാണോ കൊതുക് ഉണ്ടാകുന്നതെന്നൊക്കെ കാര്യങ്ങൾ അവർ വിശദമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും നിരത്തി ഒന്ന് പിടിച്ചിരുത്താൻ വലിയ പാടാണ്. എല്ലാവരും നാല് വഴിക്ക് ഓടും. ഒന്നിച്ചൊന്ന് ഒരു ഫ്രെയിമിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഇവരെ കൊണ്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. 4 പേരുണ്ടെങ്കിൽ നാല് വഴിക്ക് ഓടും. ഒന്നിച്ചൊരു ഫ്രെയിമിൽ കിട്ടാൻ പാടാം. എന്തായാലും കുറച്ച് നേരമൊക്കെ അവർ അടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് തിരക്കിങ്ങനെ കൂടി വന്നു. അവിടെ എല്ലാം നിറച്ച് തമിഴ്നാട്ടിൽ നിന്ന് ടൂർ പാക്കേജിൻ്റെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ബോട്ടുകളെല്ലാം ഫില്ല് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൊച്ചിക്കായലിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ഐലൻഡൊക്കെ കണ്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിള്ളേരെല്ലാം കളികളും ചിരികളും ഹെസിയായൊക്കെ കളിയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് മൈക്ക് ഓഫാണല്ലോ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഞാൻ ചെക്ക് ചെയ്തപ്പം മൈക്ക് ഓഫായിരിക്കുമായിരുന്നു. അത് ഓൺ ചെയ്തിട്ട് പിന്നെ ബാക്കി ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. അയ്യാ അതാണ് എന്ത് ഞങ്ങളെ മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ ഇവിടെ ഒരു ഷോ നടക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് ഇത് കാണാൻ 360 ഡിഗ്രി 3D ഒരു അനുഭവമാണ്. ഇത് വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലതാണെന്ന് ഇവിടെ കയറിയിട്ട് ഇറങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ജംഗിൾ ജുറാസിക് പാർക്കിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഒന്ന് കയറി നോക്കാം, അതിനകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പിള്ളേരെല്ലാം ഭയങ്കര ഉത്സാഹത്തിലാണ് കയറാനായിട്ട്. ഈ തിയേറ്ററിൻ്റെ അകത്തെ വോയിസ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. ഭയങ്കര സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ സൗണ്ട് കൂടുതലായതുകൊണ്ട് ഒട്ടും ക്ലിയർ ആവുന്നില്ല. ഭയങ്കര പതർച്ച പോലെ എനിക്കുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു സൗണ്ട് വല്ലാത്ത രീതിയിൽ കേൾക്കുന്നത്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഹലോ ഗായ്സ്, ഞങ്ങള് കണ്ടു മടുത്തു. ഞങ്ങൾ തല ചാടുവാണ്. നല്ല രസമായിരുന്നു. മറ്റേ ആദ്യത്തെ കൊള്ളായിരുന്നു. ആ മറ്റേ കാർപ്പറ്റിൽ കൊണ്ട് പറക്കുമായിരുന്നു. പിന്നെ ഒരു രണ്ടാമത്തെ എനിക്ക് ശരിക്കും പേടിയാവും.
ഇഷ്ടപ്പെട്ടു. രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഈ സാധനത്തിന്റെ അടി കൂടെ പോയപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയത്. ഇതിന്റെ അവസാനില്ലേ പിന്നെ ഈ സാധനം തന്നെയല്ലേ അതും. പിന്നെ ഒരു അടിക്കാൻ വന്നില്ലേ ഒറ്റ സെക്കൻഡിൽ പെട്ടെന്ന് രക്ഷപ്പെട്ടു. അയ്യോ അങ്ങനെ പോയാലോ. ബൈ. അത് കണ്ടായിരുന്നു. വൈകുന്നേരം പോലെ ചിക്കൻ ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചിക്കൻ നൂഡിൽസ്, അപ്പം. ഞങ്ങള് എറണാകുളത്തൊക്കെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് എല്ലാരും വിശന്നുപോയി, ഹോട്ടലിൽ കയറി കഴിക്കുക. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? കൂടുതൽ പേരും വന്നിട്ടുണ്ടാവും. ഞാൻ സ്ഥിരമായിട്ടായിരുന്നു സ്ഥലം. എവിടാന്ന് പഴങ്ങനാട്, പഴങ്ങനാട്, കിഴക്കമ്പലം അടുത്തുള്ള സ്ഥലം. കിഴക്കമ്പലത്തിന് ഇച്ചിരി അടുത്തുള്ള സ്ഥലം. എല്ലാരും കഴിക്കട്ടെ ഗൈസ്. ഞങ്ങള് എറണാകുളം പോയി എല്ലാരും ക്ഷീണിച്ച് വന്ന് ഫുഡ് കഴിക്കാം. നല്ല അപ്പം. നിങ്ങൾ ഇതിനു മുമ്പ് ഈ കട വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ബട്ടർ ചിക്കൻ. അപ്പം കാണിക്കാം. അപ്പം കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഫ്രൈഡ് റൈസ് നൂഡിൽസ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കനാണ്. കുടിക്കുമെന്ന് തോന്നുന്നില്ല.
ഗായ്സ്, ഇന്നലെ ഇല്ലേ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയി. എന്നിട്ട് ഞങ്ങൾ 3D ഷോ ഒക്കെ കണ്ടു. 3D ഒരു ബോൾ പോലത്തെ സാധനത്തിൽ അതിൽ ആദ്യത്തെ വീഡിയോ എന്താ ഏതാണ്ട് ജിന്നൊക്കെ വന്ന് ഞങ്ങൾ പറക്കം തളികയിൽ പറന്നുപോയി ഒരു മാജിക് കാർപ്പറ്റിൽ. പിന്നെ രണ്ടാമത്തെ ഡൈനോസറിൻ്റെ ആയിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചു. എന്നിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് ഓർക്കുന്നത് ഇത് ക്ലോസ് അവസാനിപ്പിക്കണമെന്ന്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസത്തെ വീഡിയോയില് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ബൈ ബൈ.